അപ്പോൾ കൂവപ്പൊടി കാച്ചാനാണ് ഇന്ന് വന്നത് കേട്ടോ. ചൂടും നോമ്പൊക്കെ ആകുമ്പോൾ കൂവപ്പൊടിനോളം വരില്ല, വേറെ ഒന്നും തോന്നാറുണ്ട്. അപ്പോൾ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 5 ഗ്ലാസ് വെള്ളത്തിനായിട്ടാണ് ഇട്ടത്, കൂവപ്പൊടി കാച്ചതിനായിട്ട്. അപ്പോൾ 2 ടീസ്പൂണല്ല 2 സ്പൂൺ ഇതുപോലെ പൊടി എടുക്കാം നമുക്ക്. അപ്പോൾ ഈ കൂവപ്പൊടി കാച്ചുന്ന സമയത്ത് എത്രത്തോളം എടുക്കണം എന്നൊരു ഐഡിയ കിട്ടൂലല്ലോ, എന്താ സാധാരണ കാച്ചുന്ന ആളുകളല്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കൃത്യമായിട്ട് പറയുന്നത് കേട്ടോ. ഒരു പാകത്തിന് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ലയിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും ഒഴുക്കില്ലാത്ത നല്ലൊരു കൂവപ്പൊടിയാണിത്. ഇതൊരു സ്നേഹസമ്മാനമാണ് കേട്ടോ. 4 ഗ്ലാസ് വെള്ളം എടുക്കുക. ഈ ഒരു ഗ്ലാസ്സാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 4 ഗ്ലാസ് വെള്ളം, പിന്നെ 1 ഗ്ലാസ് തേങ്ങാപ്പാൽ കൊടുക്കുക. തേങ്ങാപ്പാലിനേക്കാളും വയറിന് നമുക്ക് സുഖം എങ്ങനെയാണ്, നമ്മളെ ശരീരത്തിൻ്റെ സുഖത്തിനനുസരിച്ചിട്ട് എടുക്കട്ടെ. സാധാ പാലാണെങ്കിൽ അങ്ങനെ എടുക്കാത്ത, ചിലർക്ക് തേങ്ങാപ്പാൽ വലിയൊരു ഇഷ്ടം ഉണ്ടാവില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് സ്റ്റൗവൊക്കെ ഓണാക്കി തിളപ്പിച്ചെടുക്കുക. നന്നായി അടിക്കൊന്നും പിടിക്കാതെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ഈ സമയത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കുക, ശർക്കര ഇട്ട് കൊടുക്കുക, അതുപോലെ നമ്മൾക്ക് എന്താണോ ഇഷ്ടം അതൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ തേങ്ങാപ്പാൽ ലാസ്റ്റിൽ ഒഴിച്ച് കൊടുക്കുക. തേങ്ങാപ്പാൽ പിരിഞ്ഞ് അടിക്കുമല്ലോ. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാ വീഡിയോ മുഴുവനായിട്ടൊക്കെ എല്ലാവരും കാണുക. തേങ്ങാപ്പാൽ അരക്കാനായിട്ട് അടിച്ചെടുക്കാനായിട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കറക്കി വരാം. അപ്പോൾ 1/4 ഗ്ലാസ് കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പിഴിഞ്ഞെടുക്കുക. ഒരരിപ്പൊക്കെ വെച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് പാലായി. അപ്പോൾ ഈ പാലും കൂടി നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കുക. അപ്പോൾ മിൽക്ക് മെയ്ഡോ എന്താ വേണ്ടത് വെച്ചാൽ ഒരു സ്പൂണൊക്കെ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചാൽ ടേസ്റ്റിന് നന്നാവും. ഞാനിത് ഈ നേരമാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൂവപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ മുമ്പ് ചെയ്തതാണ്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ തിളവ് വന്നാൽ നമുക്ക് സ്റ്റൗവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പാകമായി ഒക്കെ റെഡി ആയിട്ടുണ്ട്. ചൂടോടെയും തണുപ്പിച്ചും ഒക്കെ നമുക്ക് കുടിക്കാം. ചെറിയ ഉള്ളി നെയ്യ് തളിച്ചിട്ടോ അല്ലെങ്കിൽ നട്ട്സും കിസ്മിസും ഇട്ടിട്ടോ ഒക്കെ നമുക്ക് തളിച്ചെടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വരാട്ടോ. ബൈ.